സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും ഇന്ന് രാവിലെ കേട്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മരണമടഞ്ഞ, അതായത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടുകയായിരുന്നു. ആ കുട്ടിയുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതിനെന്തോ ഉണ്ട്, മാനസികപരമായിട്ട് മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണല്ലോ ചാടിയത്. ആ ചാടിയപ്പോഴും ബോധമുണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു. പിന്നീട് നില ഗുരുതരമാവുകയും ഇന്നലെ മരണമടയുകയും ചെയ്തു. അതിൻ്റെ അവയവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനം ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മാധ്യമങ്ങൾ അതല്ല പറയേണ്ടത്. ആ കുട്ടി എന്തിനാണ് ചാടിയത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചാടാനുണ്ടാകുന്ന സാഹചര്യം ഇങ്ങനെയുള്ള സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ലുകൾ, അതായത് ചാടാൻ വേണ്ടി ഇനി കഴിയരുത്. അതുപോലെ എല്ലാം മറക്കുക തന്നെ വേണം. ഇവിടെ എന്ന് പറഞ്ഞാൽ പല സ്കൂളിൽ എന്ന് പറഞ്ഞാൽ 3-4 നിലയാണ്. അവിടെ നിന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് ചാടാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളുണ്ട്. അതായത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ പഴയ പോലെ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ടും ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദ്ധശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. 2 കുട്ടികൾ എങ്ങനെയോ ഉണ്ടായിന്നല്ലാതെ അവരൊക്കെ ചിലപ്പോഴും വീടുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ശത്രുക്കൾ തന്നെയാണ് അവർ. പല മാതാപിതാക്കളും ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. പല വീടുകളിലെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കടങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് തന്നെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ ജോലി തേടിയിട്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോകുന്നത്. അതുപോലെയുള്ള സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ. പിന്നെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ കുട്ടിയുടെ അമ്മ വിദേശത്ത് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ആ വീട്ടിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെൻ്ററുകളോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുത്താം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യമാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന എന്താണ്, ഇപ്പോഴേ ആ കുട്ടി മരണമടഞ്ഞു, അതിൻ്റെ പേരിൽ കുറേ ആദരാഞ്ജലികൾ നേർന്നു. അതുമാത്രവുമല്ല, കുറേ പിന്നെ ഈ കൊട്ടി ആഘോഷിക്കുന്നതാ ഇതുപോലെ തിരുവനന്തപുരത്ത് എത്തിച്ചു, അതിവിടെ എത്തിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം ആ കുട്ടി എന്തിനു വേണ്ടിയാണ് ചെയ്തത്, അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ഇന്നുള്ളത്. നിങ്ങൾ നോക്കണം, നമ്മൾ ഈ പുറമേ കാണുന്ന പോലെയൊന്നുമല്ല. പുറമേ നല്ല പളവള മിന്നുന്ന ഡ്രസ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുന്നിലും ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ടാകും. പക്ഷെ പല കുടുംബങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചിതറി ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് പഴയ പോലെ ഐക്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും പണത്തിൻ്റെ പുറകെയാണ്, ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്നിട്ട് പുറകെ ഓടിയിട്ട് വല്ലതും ബാക്കിയുണ്ടാവും, ഒരു ഒലക്കയും ബാക്കിയുമില്ല. അതുമാത്രവുമല്ല, ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രോഗങ്ങളാണെങ്കിൽ അതിനപ്പുറത്ത് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സൈഡായി മനുഷ്യന്മാർ. പണ്ടൊക്കെ 60ഉം 65ഉം വയസ്സായി കഴിഞ്ഞാൽ വരെ ജോലി ചെയ്യുന്നവർ ഇന്ന് കഴിയുന്നില്ല. അങ്ങനെ ആകുമ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരുന്നു. ആ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അറിയുന്നു. അവർ നോക്കുമ്പോൾ എന്നും വീടുകളിൽ ഇതുതന്നെയാണ് പ്രശ്നം. ഇതിന് മുന്നേയും ഒരുപാട് കുട്ടികൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞിട്ടാണെന്ന് നമ്മൾ പറയും, അതുപോലെ കുടുംബ പ്രശ്നമാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇത് ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഓരോ സ്കൂളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓപ്പൺ ഏരിയകൾ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ക്ലോസ് ചെയ്യണം. അതാണ് വേണ്ടത്. അത് ക്ലോസ് ചെയ്യുക തന്നെ വേണം. സ്കൂളിൻ്റെ ചന്തം പോകും, അല്ലെങ്കിൽ അത് കാണാൻ ഭംഗിയുണ്ടാവില്ല, ഇതുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയല്ല വേണ്ടത്. നിർബന്ധമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ വിളിച്ചിട്ട് ഒരു മാസത്തിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. അത് മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ വേറെ പ്രതിവിധിയൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ചർച്ച ചെയ്യാതെ, അതായത് ഇപ്പോൾ ഈ കുട്ടി ഇന്ന് ചാടി, നാളെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രേരണയിൽ അയ്യോ അവളുടെ വീട്ടിൽ ഈ പ്രശ്നം കൊണ്ടാണോ, അപ്പം ഞാനും ഇതേപോലെ തന്നെ അനുഭവിക്കുമല്ലോ, എന്നാൽ പിന്നെ അത് മതി, നിർത്തിക്കളയുക, ജീവിതം തന്നെ മടുത്തു എന്ന് വെച്ച് വേറൊരു കുട്ടി അങ്ങനെ ചാടാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിർബന്ധമായിട്ടും ഇനിയിപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാകരുത്. എല്ലാം ക്ലോസ് ചെയ്യുക തന്നെ വേണം. അതാണ് വേണ്ടത്. ആ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഇപ്പോൾ ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇതുപോലെ അടി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടിയുടെ കൃത്യമായ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. അതായത് ചില മാധ്യമങ്ങൾ പറയുന്ന കഥകൾ മാത്രമേ നമുക്കറിയുള്ളൂ. അല്ലാതെ നമുക്ക് പോയിട്ട് അവരെ നേരിട്ട് അന്വേഷിക്കേണ്ട ഒരു ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇനിയൊരു കുട്ടി പോലും ഇതുപോലെ ചാടാൻ പാടില്ല. നമ്മളല്ലാതെ ഇവിടെ കടന്നിട്ട് കുറേ ആദരാഞ്ജലികളും അതുപോലെ തന്നെ എന്താ പറയണ്ടേ യാത്രാമൊഴിയും നൽകിയാൽ മാത്രം പോരെ. ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതാണ് എല്ലാവരും ചേർന്നിട്ട് അന്വേഷിക്കേണ്ടത്.
അതാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയല്ല ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാ കാര്യത്തിലും, ഇന്ന് പഠിത്തത്തിൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അധികം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചോളും. പക്ഷേ മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതിയും അതിനെ തുടർന്നുണ്ടായില്ല ഭയങ്കര ഫൈറ്റുകൾ, അതാണ് ഇന്ന് മിക്ക കുടുംബങ്ങളിലും. ഒരുപാട് കടങ്ങൾ വാങ്ങിച്ച് നമ്മൾ ലോണുകൾ എടുത്ത് വീട് വെക്കുന്നത്, ആ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ആ വീടുകളൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കിയിട്ട് പിന്നെ പരിഹസിക്കുകയാണ്. അതായത് നമുക്കിത് അടക്കാൻ വേണ്ടിയില്ല പിന്നെ കഴിവില്ല, നമ്മുടെ പൈസ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് അടവിലേക്ക് നമ്മളിങ്ങനെ നീക്കി ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ 30-ാം വയസ്സിൽ വീട് വെച്ച് കഴിഞ്ഞാൽ 45-50 വയസ്സ് വരെ ഇത് അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോഴേക്കും അവൻ്റെ ആരോഗ്യമൊക്കെ പോയി, അവനാണെങ്കിൽ മാനസികപരമായിട്ട് തകർന്ന്, ഈ തകർച്ച മുഴുവൻ കാണിക്കുന്ന വീട്ടിലുള്ള ആൾക്കാരോടാണ്, അതായത് ഭാര്യയോടും മക്കളോടും കാണിക്കും. അതിനിടയിൽ ഭാര്യ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അഭിമാന പ്രശ്നം, അത് സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നിരവധി കുടുംബങ്ങൾ ഇവിടെ പ്രയാസത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റു പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത കാര്യങ്ങളുണ്ട് നമ്മളെ ഓരോ കുടുംബത്തിൽ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിച്ചു പോകാൻ തന്നെ വലിയ പാടാണ്. എല്ലാ സ്ഥലത്തും മത്സരമാണ്, വിദ്യാഭ്യാസ മേഖലയിൽ മത്സരമാണ്, അതുപോലെ തന്നെ മറ്റു പലതിലും മത്സരമാണ്. നമ്മൾ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടങ്ങൾ വാങ്ങിക്കുന്നതിൽ വരെ മത്സരിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോരുത്തരുടെയും ഇത് കണ്ടിട്ട് നമ്മൾ അതുപോലെ അനുകരിക്കാൻ നോക്കുന്നവർ, വെറുതെ ഒരാവശ്യവുമില്ലാതെ വീടിൻ്റെ മുറ്റത്തൊരു കാറ് വേണമെന്ന് വാശി പിടിക്കുന്നവർ, ഇങ്ങനെയൊക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ ഈ പ്രത്യാഘാതങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് പലപ്പോഴും വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും ആ ധൈര്യമൊന്നും കിട്ടിയെന്ന് വരില്ല. രാവിലെയും വൈകുന്നേരവും വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നും വീട്ടിലെ വഴക്ക്, അവിടെയും ഇവിടെയും വഴക്ക്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ പളവളക്കുന്ന ഈ പിന്നെ എന്താ പറയുക, പിന്നെ വാഹനങ്ങളും വീടുകളും ജീവിത രീതികളും ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും, അയ്യോ അവർക്കെന്ത് സുഖമാണ്, ഇവർക്കെന്ത് സുഖമാണ്, ഇങ്ങേരെന്തുകൊണ്ട് അങ്ങനെ ആകുന്നില്ല, അല്ലെങ്കിൽ ഇവളെന്തുകൊണ്ട് അങ്ങനെ ആകുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകൾ, അതേ തുടർന്നുണ്ടാകുന്ന വഴക്കുകൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൊണ്ട് മനുഷ്യൻ്റെ സമനില തന്നെ തെറ്റുന്ന അവസ്ഥയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വീട് സ്വർഗമാക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. ഇനി ഇങ്ങനെയൊരു പിന്നെ ഇതില്ലാതിരിക്കണമെങ്കിൽ അധ്യാപകരും അതുപോലെ മാനേജ്മെൻറ്റും തീരുമാനിച്ച് ഇതുപോലെയുള്ള സ്കൂളുകൾക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഗ്രില്ലുകൾ സ്ഥാപിക്കണം. അങ്ങനെ ആകുമ്പോഴൊരു പരിധിവരെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. 3-ാം നിലയിൽ നിന്നും 4-ാം നിലയിൽ നിന്നും കുട്ടികൾ ചാടാൻ അധികം സമയമൊന്നും വേണ്ട. അവരുടെ ആ മനസ്സ് ചിലപ്പോഴിങ്ങനെ നടന്നു പോകുമ്പോഴായിരിക്കും വീട്ടിൽ രാവിലെ അച്ഛനും അമ്മയും കയ്യിൽ നിന്ന് അടി, ഇല്ലെങ്കിൽ അവർ സ്കൂളിൽ ഇറങ്ങുമ്പോഴായിരിക്കും വീട്ടിൽ അച്ഛനും അമ്മയും കയ്യിൽ നിന്ന് അടി. നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്നില്ലേ, അച്ഛൻ അമ്മയെ ഇതാക്കി, അതുപോലെ അമ്മ അച്ഛനെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ. വൈകുന്നേരം വരെ ഈ ചിന്തയിലായിരിക്കും കുട്ടികളെ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ള ടെൻഷനിലായിരിക്കും. ചിലപ്പോൾ ആ ഒരു നിമിഷം ഞാൻ പറഞ്ഞ മനുഷ്യൻ്റെ മനസ്സിനില്ലേ ഒരേ ഒരു നിമിഷം മതി, ആ നിമിഷത്തിൽ ചിലപ്പോൾ എടുത്ത് ചാടിക്കളയും. അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഇത് ഉണ്ടാകാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകളാ. നന്ദി, നമസ്കാരം.